ഹലോ എവ്രിവൺ, SSC ആസ്പിരൻസിനെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന് വന്ന മാറ്റവും അതുപോലെ SSCയുടെ എക്സാമിന് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ കുറച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ചും SSC പരീക്ഷകൾക്ക് എഴുതുകയും വീണ്ടും പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഈ ഒരു അപ്ഡേറ്റ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസാണ് അത് വെബ്സൈറ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടേക്സ് പ്രൈഡ് ഇൻ അനൗൺസിംഗ് ദ ലോഞ്ച് ഓഫ് എ ന്യൂ വെബ്സൈറ്റ് വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ലൈവ് ഓൺ 17/2/2024. അതായത് പുതിയ വെബ്സൈറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. 17-ാം തീയതി മുതൽ, ഫെബ്രുവരി 17 മുതൽ ഈ വെബ്സൈറ്റ് ലൈവ് ആയിരുന്നു. അപ്പോൾ മറ്റു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഹൗവർ ദ എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് വിൽ ഓൾസോ കണ്ടിന്യൂ ടു ബി ആക്സസിബിൾ ത്രൂ എ ലിങ്ക് ഓൺ ദ ന്യൂ വെബ്സൈറ്റ്. അതായത് ഈ പുതിയ വെബ്സൈറ്റ് ആയിരിക്കും ഇനി മുതൽ ഒഫീഷ്യലി ഉള്ള എല്ലാ കാര്യങ്ങൾക്കും. മാത്രമല്ല പുതിയ വെബ്സൈറ്റിലുള്ള ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് പഴയ വെബ്സൈറ്റ് ഇപ്പോഴും ആക്സസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതുപോലെ ഓൾ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഡു ഫ്രഷ് വൺ ടൈം രജിസ്ട്രേഷൻ ഓൺ ദ ന്യൂ വെബ്സൈറ്റ് ഓഫ് ദ കമ്മീഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് പുതിയ വെബ്സൈറ്റിൽ എല്ലാവരും ആദ്യം മുതൽ ഒന്നുകൂടി വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെയുള്ള പഴയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നില്ല. സോ മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഒരു വെബ്സൈറ്റിൽ ssc.government.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ ആസ് OTR previously done on earlier version of the commission's website, that is ssc.nic.in സ്റ്റാൻഡ്സ് നൾ ആൻഡ് വോയിഡ്. അതായത് പഴയ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ട എന്നല്ല. മസ്റ്റായിട്ടും പുതിയ വെബ്സൈറ്റിൽ ഇനി എക്സാംസ് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പുതിയ വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ദ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ മേ ബി സീൻ അണ്ടർ ദ സെക്ഷൻ ഫോർ കാൻഡിഡേറ്റ്സ്. അതിനകത്ത് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഫോർ ഫില്ലിംഗ് OTR. അപ്പോൾ നമ്മുടെ പുതിയ വെബ്സൈറ്റ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കാണാം, എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസും ആ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് വായിക്കാം. ഓൾ ആപ്ലിക്കൻസ് ഫോർ ഫ്യൂച്ചർ എക്സാമിനേഷൻ ആർ റിക്വയർഡ് ടു be submitted online through new website, that is ssc.government.in only. അപ്പോൾ വെബ്സൈറ്റിൽ വന്ന ഒരു മാറ്റമാണ്, ഇതൊരു വലിയ അപ്ഡേറ്റ് ആണ്. SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരൻസിനും ഇതൊരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം നമുക്ക് പഴയ വെബ്സൈറ്റ്, നമ്മൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് കണ്ട് പരിചരിച്ചത് അല്ലേ, ഇത്രയും നാൾ പരിചയമുള്ള വെബ്സൈറ്റ് ഇങ്ങനെയാണ്. പക്ഷേ നമ്മുടെ പുതിയ വെബ്സൈറ്റ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ, ഇങ്ങനെയാണ് ഇനി മുതൽ വരാൻ പോകുന്ന നമ്മുടെ പുതിയ വെബ്സൈറ്റ്. ssc.gov.in എന്ന് പറയുന്ന പുതിയ വെബ്സൈറ്റിൻ്റെ മാതൃക ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനകത്ത് ഓൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയുള്ള എക്സാംസ് എല്ലാം ഇതുവഴിയായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരുപക്ഷെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ പരീക്ഷകൾ കുറച്ച് ദിവസങ്ങൾ ഡിലേ ഒക്കെ വന്നിട്ട്, ഇപ്പം നോട്ടിഫിക്കേഷൻ വരാനുള്ള ഫേസ് 11 നോട്ടിഫിക്കേഷൻ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ CPO എക്സാമിൻ്റെ ഒക്കെ കുറച്ച് ദിവസം ഡിലേ വന്നത് ഒരുപക്ഷെ ഈ വെബ്സൈറ്റ് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പം വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക, വൺ ടൈം രജിസ്ട്രേഷൻ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള പുതിയ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.